ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 119. നമ്മളിന്ന് നോക്കുന്നത് മണ്ഡലം 1 സൂക്തം 61. ഇതിലെ ദേവത ഇന്ദ്രനാണ്. ഇന്ദ്രൻ ആരാണെന്ന് വെച്ചാൽ, നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ അവിടെ ഒരു സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യം നടക്കുക. ഇപ്പോൾ ഒരു കല്ല് പൊട്ടിക്കുകയാണെങ്കിലും സയൻസിൻ്റെ അടിസ്ഥാനത്തിലേ കല്ല് പൊട്ടുള്ളൂ. നമുക്ക് ഒരു ഇരുമ്പിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ഒരു ചുറ്റിക കൊണ്ട് അടിച്ച് പൊട്ടിക്കാൻ നമ്മൾ നോക്കില്ല. കാരണം എന്തുകൊണ്ട്? സയൻസ് പറയുന്നു ഇരുമ്പിനെ ചുട്ടിയിൽ കൊണ്ട് അല്ലെങ്കിൽ ചുട്ടിക കൊണ്ട് ഹാമർ കൊണ്ട് അടിച്ചാൽ പൊട്ടില്ല എന്ന്. നേരെ മറിച്ച് ഒരു കല്ലിനെ ശക്തിയുള്ള ഹാമർ കൊണ്ട് അടിച്ചാൽ പൊട്ടും. അത് സയൻസാണ്. ആ സയൻസിനാണ് സ്തുതി എന്ന് പറയുന്നത്, സ്തോത്രം എന്നല്ല പറയുന്നത്. വേദങ്ങളിലുള്ള സയൻസ് അല്ലെങ്കിൽ പുറത്തുള്ള സയൻസ്, മോഡേൺ സയൻസ്. അപ്പോൾ സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ സ്തുതി എന്താണെന്ന് മനസ്സിലായി, സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ സയൻസ് മാത്രം ഉണ്ടായാൽ ഒരിക്കലും കർമ്മം നടക്കില്ല. നമുക്കറിയാലോ, ഒരു തീയുണ്ട്, കുറച്ച് ദൂരം വെടിമരുന്നുണ്ട്, ഒരു പടക്കമുണ്ട്, അത് പൊട്ടില്ല. പക്ഷെ സയൻസ് പറയുന്നത് എന്താണ്? തീയും വെടിമരുന്നും കൂടി ചേർന്നാൽ പൊട്ടും. പക്ഷേ അത് സയൻസാണ്. പക്ഷെ ആ സയൻസ് വെച്ച് നമ്മളിവിടെ തീയും വെച്ച് കുറച്ചടുത്ത് വെടിമരുന്ന് കൊടുത്താൽ പൊട്ടില്ല. അതെന്ത് വേണം? നമ്മൾ അതിനെ എടുത്തിട്ട് ആ വെടിമരുന്നിൻ്റെ ചേർത്ത് വെക്കണം, ആ പടക്കത്തിൻ്റെ ചേർത്ത് വെക്കണം, എന്നാലേ പൊട്ടുള്ളൂ. അപ്പോൾ അവിടെ ചേർക്കാൻ ഒരാൾ വേണം. ചോറുണ്ടാക്കണ്ടെങ്കിൽ അരിയും വെള്ളമെല്ലാം കഴുകിയിട്ട് പാത്രത്തിലിട്ട് ചൂടാക്കിയാലേ ചോറാവുള്ളൂ. അപ്പം അരിയും വെള്ളവും ഇട്ട് ചൂടാക്കിയാൽ ചോറാവുന്നത് സയൻസ്. പക്ഷേ അത് ചെയ്യേണ്ടിക്കുന്ന ഒരാൾ അതിനെ ഏകോപിപ്പിക്കണം. അപ്പോൾ സയൻസും ഏകോപനം ഉണ്ടാകും. അതുകൊണ്ടാണ് ഫാക്ടറികളിൽ എടുത്തിട്ട് സൂപ്പർവൈസർ, എഞ്ചിനീയർ അല്ല ഏകോപിപ്പിക്കാൻ ആളുണ്ട്. അതിനാണ് മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം സയൻസിൻ്റെ കൂടെ എന്ത് വേണം? മാനേജ്മെൻറ്റും വേണം. അതുപോലെ ചോറിൻ്റെ അകത്തും എന്ത് സംഭവിക്കുന്നുണ്ട്? വെള്ളവും അരിയുടെ അകത്തും വെള്ളവും എല്ലാം ചേർന്നിട്ട് ഒരു വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അവിടെ അതിനെ ഏകോപിപ്പിക്കാൻ ഒരു ശക്തി വേണം. ആ ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. ലോകത്തിൽ എന്ത് കർമ്മം നടക്കുന്നുണ്ടെങ്കിലും നമ്മൾ സാധനങ്ങൾ കൊടുക്കുകയും ചെയ്യും. ആ സിസ്റ്റത്തിൻ്റെ അകത്ത് ഒരു മാറ്റം നടക്കുന്നതിൽ പങ്കെടുക്കുന്ന ശക്തി വിശേഷത്തെയാണ് ഇന്ദ്രൻ. അപ്പം ഇന്ദ്രന് ആണ് സിസ്റ്റം. നമ്മൾ ഒരു സാധനം കൊടുക്കുന്നതിന് ഇൻപുട്ട് എന്ന് പറയും, അല്ലെ ഹവിസ് എന്ന് പറയും, അല്ലെ സോമം എന്ന് പറയും. അത് കൊടുത്തു കഴിഞ്ഞാൽ ആ സിസ്റ്റം അതിനെന്ത് ചെയ്യും? എടുത്തിട്ട് സിസ്റ്റം അബ്സോർബ് ചെയ്യുക. സിസ്റ്റം എടുത്തിട്ട് ഔട്ട്പുട്ട് തരും. ഇവിടെ നമ്മൾ വേദത്തെ പറയുമ്പോൾ ഇന്ദ്രൻ എടുത്തിട്ട് ഇന്ദ്രൻ അത് ഭക്ഷിച്ചിട്ട് നല്ല ചിലപ്പോൾ ഇവിടെ പറഞ്ഞെന്ന് വരും. എന്നിട്ട് എന്ത് ചെയ്യും? ഔട്ട്പുട്ട് തരും. കൊടുക്കുന്ന ഇൻപുട്ട് സോമത്തെ ഇന്ദ്രൻ എടുത്തിട്ട് ഔട്ട്പുട്ട് തരും. പക്ഷേ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്താലേ ഇന്ദ്രൻ അത് എടുക്കുള്ളൂ. ഉദാഹരണമായിട്ട് വെള്ളത്തിൽ അരിയിട്ട് കൊടുത്താലേ ചോറാവുള്ളൂ. അതിന് പകരം വെള്ളത്തിന് പകരം നമ്മൾ പെട്രോൾ ഇട്ടിട്ട് അതിൻ്റെ അകത്ത് അരി ഇട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചോറാകാൻ പോകുന്നില്ല. അപ്പോൾ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ, സ്തുതിയുടെ അടിസ്ഥാനത്തിൽ അത് നടക്കുകയുള്ളൂ. ഇത്രയും മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഒന്നാമത്തെ മന്ത്രപദത്തിലേക്ക് കടക്കാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 61. ഋഷി നോഥ ഗൗതമൻ, ദേവത ഇന്ദ്രൻ, ഛന്ദസ തൃഷ്ടുപ്പ് പങ്ക്തി. അസ്മാ ഇതു തവസേതുരായ പ്രയോനഹർമി സ്തോമം മാഹിനായാം ഋചീഷമായാധൃഗവ ഓഹമിന്ദ്രായ ബ്രഹ്മാണി രാധതമാ. ശ്രേഷ്ഠനും അതിവേഗം കാര്യങ്ങൾ ചെയ്യുന്നവനും മന്ത്രങ്ങളിൽ വർണ്ണിക്കപ്പെട്ടവനും
കീർത്തിമാനുമായ ഇന്ദ്രന് അന്നത്തിന് സമാനമായ സ്തോത്രങ്ങൾ ഞാൻ അർപ്പണം ചെയ്യുന്നു. അദ്ദേഹം എൻ്റെ ഹവിസിനെ സ്വീകരിക്കട്ടെ. ഒന്നിലെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ വേഗം കാര്യം നടപ്പാക്കുന്ന. ഇപ്പം ഇന്ദ്രനാണ് നമ്മൾ എന്ത് ചെയ്താൽ അതിനെ പ്രൊഡക്റ്റാക്കി മാറ്റുന്നത്. വേഗം കാര്യം നടപ്പാക്കും. ഇന്ദ്രനൊരു കഴിവുണ്ട്, പെട്ടെന്ന് കാര്യം നടപ്പാക്കും. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അതിന് പറ്റുന്ന തരത്തിൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ വേഗത്തിൽ നടപ്പാക്കി തരും. മന്ത്രങ്ങളിൽ വർണ്ണിക്കുന്ന, അപ്പോൾ മന്ത്രങ്ങളിൽ വർണ്ണിക്കുന്ന തരത്തിൽ വേണം ഇന്ദ്രനെ സമീപിക്കാൻ. മന്ത്രം എന്ന് പറഞ്ഞാൽ വേദമന്ത്രം, അല്ലെങ്കിൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഇന്ദ്രനെ സമീപിക്കാൻ. അപ്പോൾ അതെന്ത് ചെയ്യും? വളർച്ച പ്രാപിക്കും. ആ ഇന്ദ്രൻ സ്ട്രോങ് ആയിട്ട് ആ വസ്തുവിനെ, നമ്മൾ കൊടുക്കുന്ന വസ്തുവിനെ എന്താണോ ആക്കേണ്ടത് അതാക്കിത്തരും. അങ്ങനെ കീർത്തിമാനായ ഇന്ദ്രന് അന്നത്തിന് സമാനമായ സ്തോത്രങ്ങൾ നമ്മൾ അർപ്പിക്കുന്നു. അന്നം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അന്നം കഴിച്ചാലാണ് ഉഷാർ കിട്ടുക. അതുമാതിരി ഇന്ദ്രൻ എന്ത് വേണം? സ്തോത്രം കൊടുക്കണം. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ദ്രനെ സമീപിക്കണം. അപ്പോൾ ഇന്ദ്രൻ ആക്റ്റീവാകും. എന്നിട്ട് എന്ത് ചെയ്യും? അദ്ദേഹം എൻ്റെ ഹവിസ് സ്വീകരിക്കട്ടെ. അപ്പോൾ ഇന്ദ്രൻ എന്ത് ചെയ്യും? ഞാൻ കൊടുത്ത ഹവിസ് സ്വീകരിക്കും. അരിയും വെള്ളവും പാത്രത്തിലിട്ടിട്ട് വേണ്ട അളവിൽ കൊടുത്താൽ, വേണ്ട അളവ് എന്നെല്ലാം പറയുന്നതാണ് സയൻസ്. സ്തോത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്താൽ ഇന്ദ്രൻ അത് സ്വീകരിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക്, പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ, സയൻസ് എത്ര സമയം പിടിക്കുന്നു ആ സമയത്തിൽ അത് പ്രൊഡക്റ്റാക്കി തരും. ഇനി രണ്ടാമത്തെ മന്ത്രത്തിലേക്ക്. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 61-2. അസ്മായിതു പ്രയ ഇവ പ്രയംസി പരാമ്യങ്കുഷം ബാധേ സുവൃത്തി ഇന്ദ്രായ ഹൃദാ മനസാ മനീഷ പ്രജ്ഞായ പത്യേധിയോ മർജയന്താം. ഇന്ദ്രനു വേണ്ടി ഞാൻ ഹവിർയുക്തമായ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ആ ശത്രുനാശകനെ സ്തുതിഗാനങ്ങളാൽ വാഴ്ത്തുന്നു. ഋഷിഗണങ്ങൾ ഇന്ദ്രനെ ഉള്ളഴിഞ്ഞ് വാഴ്ത്തുന്നു. പ്രാചീനനായ ഇന്ദ്രൻ ഇന്ദ്രനെ ഋഷികൾ വാഴ്ത്തിയിരുന്നു. പണ്ട് കാലത്തെ ഋഷികളും ഈ ഇന്ദ്രനെ മനസ്സിലാക്കിയിട്ടുണ്ട്. സിസ്റ്റത്തിൻ്റെ അകത്തുള്ള ഫോഴ്സിനെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. പ്രാചീന ഋഷികൾ പോലും ആ ഇന്ദ്രനെ മനസ്സിലാക്കിയിരുന്നു. അവരതിനെ വാഴ്ത്തിയിരുന്നു. ഞാൻ ശത്രുപീഡകനായ ഇന്ദ്രന് സ്തോത്രങ്ങൾ സഹിതം ഹവിസർപ്പിക്കുന്നു. അതുകൊണ്ട് ഞാനും എന്ത് ചെയ്യുന്നു? അവർ ചെയ്ത പോലെ തന്നെ സ്തോത്രങ്ങൾ സഹിതം, അതായത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വസ്തുക്കളെ കൊടുക്കുന്നു, ഹവിസർപ്പിക്കുന്നു, ഇൻപുട്ട് കൊടുക്കുന്നു ഇന്ദ്രന്. ഇതിനു വേണ്ടി അതിനെ നമുക്ക് ഉദ്ദേശിച്ച തരത്തിൽ മാറ്റിത്തരാം. ഇനി മൂന്നാമത്തേക്ക്. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 61-3. അസ്മായിദോത്വമുപമം സ്വർഷാംഭരാമ്യ അങ്കുഷമാസ്യേന മംഹിഷ്ടമ ലോക്തിഭിർമദീനാം സുവശക്തിഭിഃ സൂരീം വാവൃതഥ്യൈ. വൃത്തി പ്രാപിച്ച ജ്ഞാനിയായ ഇന്ദ്രനെ ആകർഷിക്കുന്ന ഉപയോഗയോഗ്യമായ സ്തുതികൾ ഹൃദയാകർഷകമായ നാദത്തിൽ ഞാൻ ആലപിക്കുന്നു. ഇവിടെ ആകർഷവും ഉപയോഗയോഗ്യവുമായ സ്തുതികൾ, നല്ല സ്തുതികൾ, നല്ല ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉപയോഗയോഗ്യമായ ഉപയോഗമുള്ള സ്തുതികൾ, ശാസ്ത്ര തത്വങ്ങൾ. ഉദാഹരണമായിട്ട് നമുക്ക് ചോറുണ്ടാക്കേണ്ടിക്ക് പാത്രത്തിൽ വെള്ളം ഇട്ടിട്ട് അരി ഇട്ടിട്ട് മൂടി വെക്കാം, ഇല്ലേ പ്രഷർ കുക്കറിലിടാം. ഏതാണ് ഏറ്റവും നല്ലത്? ആകർഷകമായ സ്തുതി ഏതാണ്? പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വേവും. അപ്പം ആകർഷവും ഉപയോഗയോഗ്യവുമായ സ്തുതികൾ ജ്ഞാനിയായ ഇന്ദ്രനെല്ലാം ജ്ഞാനമുള്ള ശക്തിയാണ്. എന്ത് വേണം? വൃത്തി പ്രാപിക്കുവാനായി ഞാൻ
ആലപിക്കുന്നു. അപ്പം വൃദ്ധി പ്രാപിക്കുവാൻ, ഇന്ദ്രന്റെ ശക്തി വർദ്ധിക്കുവാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല സ്തുതികൾ ഞാൻ ആലപിക്കുകയാണ്. അതായത് ഇന്ദ്രനെ സ്തുതിക്കുകയാണ്. ഇന്ദ്ര, നീ ഇന്ന തരത്തിൽ സാഹചര്യങ്ങളിൽ എനിക്ക് ഈ സാധനങ്ങൾ തന്നു കഴിഞ്ഞാൽ എനിക്ക് ഇതിനെ ഇന്നതാക്കി മാറ്റിത്തരാൻ പറ്റും. അതാണ് സ്തുതി. ഇന്ദ്ര, ഞാൻ പ്രഷർ കുക്കറിലിട്ട് അരിയും വെള്ളവും തരികയാണ്, ഇതിനെ നിനക്ക് പെട്ടെന്ന് ചോറാക്കി നല്ലെണ്ണം ബന്ധ ചോറാക്കിയിട്ട് മാറ്റിത്തരാൻ പറ്റും. അതാണ് സ്തുതി. പ്രഷർ കുക്കർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലവണ്ണം ബന്ധു കിട്ടും. അതൊരു സയൻസ് തത്വമാണ്. അത്തരത്തിൽ നമ്മൾ ഇന്ദ്രനെ സ്തുതിക്കുന്നു. ഇനി നാലാമത്തേത് ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 61-4. അസ്മായിതു സ്തോമം സംഹിനോമി രഥം ന തഷ്ടവേ കത്സിനായ ഗിരശ്ച ഗിർവാഹസേ സുവൃത്തീന്ദ്രായ വിശ്വമിന്വം മേധിരായ. രഥം ഉണ്ടാക്കുന്നവൻ രഥം തയ്യാറാക്കി അതിൻ്റെ ഉടമസ്ഥൻ്റെ അടുക്കൽ കൊണ്ടുചെല്ലുന്നത് പോലെ തന്നെ ഞാൻ ജ്ഞാനിയായ ഇന്ദ്രനെ ആകർഷിക്കുന്നതിനായി ഈ സ്തോത്രം അവൻ്റെ സമീപത്തിൽ എത്തിക്കുന്നു. രഥനിർമ്മാതാവ് രഥം നിർമ്മിച്ചിട്ട് അതിൻ്റെ യജമാൻ്റെ അടുക്കൽ കൊണ്ടു കൊടുക്കുന്ന പോലെ, രഥമുണ്ടാക്കാൻ കഴിവുള്ളവർ രഥം നിർമ്മിച്ചിട്ട് യജമാനിന് കൊണ്ടു കൊടുക്കുന്നു. അതിന് അങ്ങേക്ക് സഞ്ചരിക്കാൻ. അതുപോലെ ഞാൻ ജ്ഞാനിയായ ഇന്ദ്രനെ, ഇന്ദ്രൻ വളരെ ജ്ഞാനിയാണ്, അദ്ദേഹമാണ് എല്ലാത്തിനെയും മാറ്റിയിട്ട് നമ്മൾ ചെയ്യുന്ന വസ്തുക്കളെയെല്ലാം നമുക്ക് വേണ്ട വസ്തുവായിട്ട് മാറ്റിത്തരുന്നത്. ജ്ഞാനിയായ ഇന്ദ്രനെ ആകർഷമായ സ്തോത്രങ്ങൾ സഹിതം അവനെ സമീപിക്കുന്നു. നാം ഒരു സ്തോത്രവുമായിട്ടാണ് ഇന്ദ്രൻ്റെ അടുത്ത് ചെല്ലുന്നത്. എന്ത് സ്തോത്രം? ഇന്ദ്ര, ഞാനിതാ പ്രഷർ കുക്കറിൽ അരിയും വെള്ളവും ഇട്ടിട്ട് തിരിക്ക് തരാൻ പോവുകയാണ്. പ്രഷർ കുക്കറിൽ ഇട്ട് കഴിഞ്ഞാൽ പ്രഷർ കൂടുമ്പോൾ പെട്ടെന്ന് അരി വെന്തും കിട്ടും, നല്ല ചോറായി തരും. അതുകൊണ്ട് നീ ആ സ്തോത്രം സ്വീകരിച്ചുകൊണ്ട് നീ പെട്ടെന്ന് എനിക്ക് ചോറാക്കി തരുവാന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ എന്ത് ചെയ്യും? ചോറാക്കി തരും. അപ്പോൾ ജ്ഞാനിയായ അതെല്ലാം പെട്ടെന്ന് ഇന്ദ്രന് മനസ്സിലായിക്കോളും. ആകർഷമായ സ്തോത്രങ്ങൾ സഹിതം അവനെ ഞാൻ സമീപിക്കുന്നു. ഇനി അഞ്ചാമത്തേത് ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 61-5. അസ്മായിതു സപ്തമിവ ശവസ്യേന്ദ്രിയാർക്കം ജുഹ്വാസമഞ്ജേ വീരം ദാനകൗകസം ബന്ധധ്യൈ പുരാം ശ്രുതശ്രവസം ധർമാണം. കുതിരകളെ രഥത്തിനോട് ചേർക്കുന്നത് പോലെ യശപ്രാപ്തിക്ക് വേണ്ടി ഞാൻ ഇന്ദ്രനെ സ്തുതിക്കുന്നു. ഈ സ്തോത്രങ്ങൾ ദുർഗങ്ങളെ തകർക്കുന്നവനും ദാനശീലനും ഗുണയോഗ്യനും യശസ്വിയുമായ ഇന്ദ്രനെ പ്രാപിക്കട്ടെ. അശ്വങ്ങളെ രഥത്തോട് ചേർക്കുന്നത് പോലെ ഒരു രഥത്തിന് ഒറ്റക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന് എന്ത് വേണം? കുതിരനെ ചേർത്ത് കഴിഞ്ഞാൽ അത് വലിച്ചുകൊണ്ട് ശക്തിയിൽ പോകും. അതുപോലെ യജ്ഞങ്ങളെ പ്രാപ്തിക്കും. ഒരു യജ്ഞം തന്നാലെ നടക്കില്ല. അതിനെന്ത് വേണം? അതിൻ്റെ അകത്ത് ഞാൻ ഇന്ദ്രനെ സ്തുതിക്കുന്നു. ഒരു ശാസ്ത്ര തത്വം അനുസരിച്ച് ഇന്ദ്രനെ ഞാൻ അവിടെ വരുത്തുന്നു. അപ്പോൾ ഇന്ദ്രനാണ് അതിൻ്റെ അകത്തുനിന്ന് ആ ശാസ്ത്രതത്വപ്രകാരം അതിനെ പ്രൊഡക്റ്റാക്കി മാറ്റുന്നത്. ആ സ്തോത്രങ്ങളുടെ പ്രത്യേകത എന്താണ്? അത് ദുർഗങ്ങൾ തകർക്കും. ഉദാഹരണമായിട്ട് ചോറിൻ്റെ അരിയുടെ കാര്യത്തിലാണെങ്കിൽ അതിൻ്റെ അകത്ത് ഹാർഡായി പിടിച്ചിരിക്കുന്ന കുറേ കെട്ടുകളുണ്ട്. ആ ദുർഗങ്ങളെയെല്ലാം ഇന്ദ്രൻ തകർത്തിട്ട് ബോണ്ടുകൾ പൊട്ടിച്ചിട്ട് നല്ല സോഫ്റ്റായ വസ്തുവാക്കി മാറ്റിത്തരും. അങ്ങനെ ദാനശീലനായ യശസ്വിയായ ഇന്ദ്രനെ ഞാൻ പ്രാപിക്കുന്നു. യശസ്വിയായ ഇന്ദ്രൻ, അതായത് എന്തും ചെയ്ത് നമുക്ക് വേണ്ടി ചെയ്ത്, സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ എന്തും അത് സാധിപ്പിച്ചു തരും.
ദാനശീലനാണ്. അപ്പം നമ്മൾ ഇന്ദ്രനെ അങ്ങനെ സഹായിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവനത് ചെയ്തിട്ട് ഫ്രീ ആയിട്ടാണ് തരുന്നത്. ദാനം തരികയാണ്. നമ്മൾ കൊടുക്കുന്ന വസ്തുവിനെ പ്രൊഡക്റ്റാക്കി തരികയാണ്. ഇന്ദ്രൻ ശമ്പളമൊന്നും വാങ്ങിയിട്ടല്ല, നമ്മൾ വിളിക്കുമ്പോൾ അവിടെ എത്തും. അതുകൊണ്ട് അവൻ ദാനശീലനാണ്. അവനെ സ്തോത്രങ്ങൾ സഹിതം നമ്മൾ സമീപിക്കുന്നു യജ്ഞത്തിലേക്ക്. ഇനി 6-ാമത്തെ ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 61-6. അസ്മായി ദുസ്തുഷ്ട തക്ഷത് വജ്രം സ്വപസ്തമം സ്വര്യം രണായ വൃത്രസ്യ ചിദ്വിദധ്യേന മർമാതു ജന്നീശാനസ്തു ജദാക്രിയേധാം. ത്വഷ്ടാവ് ഇന്ദ്രന് വേണ്ടി ഘോരവും ശക്തയുക്തവുമായ വജ്രായുധം നിർമ്മിച്ചു. അതുകൊണ്ട് ഇന്ദ്രൻ വൃത്രന്റെ മർമ്മസ്ഥലം പിളർന്നു. ത്വഷ്ടാവ് എന്ന് പറഞ്ഞാല് സൃഷ്ടികർത്താവ് എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ സൂര്യൻ എന്ന് പറയാം, എല്ലാം പറയാം. അതായത് ഇന്ദ്രനെ വേണ്ട ആൾക്കാർ, ഇന്ദ്രനെ സഹായിക്കുന്ന മുകളിലുള്ള ആ അധികാരസ്ഥാനത്ത് ഇരിക്കുന്നവര് ഇന്ദ്രന് വേണ്ടി കാര്യസാധ്യത്തിന് ഉതകുന്നതും ഘോരവും ശബ്ദമുണ്ടാക്കുന്നതുമായ വജ്രായുധം നിർമ്മിച്ചു. അപ്പം വജ്രായുധം നിർമ്മിക്കാൻ പണ്ട് കണ്ടതാണ്. അപ്പം ഇന്ദ്രന് ഒരായുധം വേണം. കാരണം ഏത് കർമ്മത്തിലും പൊട്ടിക്കലും കൂട്ടിച്ചേർക്കലുമാണുള്ളത്. ഇപ്പം നമ്മൾ വീട് വെക്കുകയാണെങ്കിലും കല്ലെടുക്കും, പൊട്ടിക്കും, കൂട്ടിച്ചേർക്കും. സിമെൻറ്റും മണലും എല്ലാം കൂട്ടിച്ചേർക്കും. ഇങ്ങനെ പൊട്ടിക്കൽ കൂട്ടിച്ചേർക്കലാണ്. ഒരു മരത്തിൽ നിന്ന് മേശ ഉണ്ടാക്കുന്നുണ്ട്, പൊട്ടിക്കും, കഷ്ണം ചേർത്തും എല്ലാം ചെയ്ത് പൊട്ടിച്ച് കൂട്ടിച്ചേർക്കലാണ്. ഏത് കർമ്മത്തിലും ഈ പൊട്ടിക്കലും കൂട്ടിച്ചേർക്കലും ഉണ്ട്. അപ്പോൾ പൊട്ടിക്കട്ടിക്ക് എന്തിനേയും പൊട്ടിക്കട്ടിക്ക് ഹാർഡായിട്ടുള്ളൊരു വസ്തുവാണ്, ആയുധം വേണം. ഇപ്പം ഏറ്റവും ഹാർഡായിട്ടുള്ള വസ്തു എന്താണ്? വജ്രം. അതുകൊണ്ട് കഥയിൽ പൊതുവെ ഇന്ദ്രൻ വജ്രായുധമായിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിനെയും പൊട്ടിക്കാൻ കഴിവുള്ള ശക്തി ഇന്ദ്രനുണ്ട്. വജ്രായുധമായിട്ട് വരികയാണ്. അത് ത്വഷ്ടാവ് ജനിക്കും ബേസ് അല്ല, ത്വഷ്ടാവ് ഇന്ദ്രനായിട്ട് ഉണ്ടായിക്കൊടുത്തിരിക്കുകയാണ്. അതിനാലാണ് ഇന്ദ്രൻ വൃത്രനെ മർമ്മസ്ഥാനം പിളർന്നത്. വൃത്രൻ എന്ന് പറയുമ്പോൾ സാധാരണ നിലയിൽ ഇന്ദ്രന്റെ ശത്രുവായിട്ട് വൃത്രനെ എടുക്കാം. ഇന്ദ്രൻ എന്ന് പറയുന്നത് ദേവതയാണ്, സൃഷ്ടിക്ക് സഹായകരമായി പ്രവർത്തിക്കുന്ന ശക്തിയാണ്. എവ്രി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. സത്വഗുണമുണ്ട്, രജോ ഗുണമുണ്ടെങ്കിൽ തമോ ഗുണമുണ്ട്. ആരെങ്കിലും ഒരാൾ ഒരു കർമ്മം ചെയ്യാൻ പോകുമ്പോൾ അതിനൊരു റിയാക്ഷനുണ്ട്. ആ റിയാക്ഷനെ നമ്മൾ പൊതുവെ വൃത്രൻ എന്ന് പറയുക, വൃത്രാസുരൻ എന്ന് പറയുക. അപ്പം ഇന്ദ്രൻ പൊട്ടിച്ചിട്ട് പുതിയ വസ്തു ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ എതിർക്കുന്ന റിയാക്ഷനെയാണ് വൃത്രാസുരൻ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ആറ്റങ്ങൾ തമ്മിലാണ് പൊട്ടിക്കുന്നത്. അതുകൊണ്ടാണ് വൃത്തം, ഓർബിറ്റുകളായിട്ട് അതിന് ബന്ധമുണ്ട്. അതുകൊണ്ടാണ് വൃത്താസുരൻ അതിൽ എതിർപ്പിനെ പ്രകടിപ്പിക്കുന്ന ശക്തി വിശേഷം എന്ന നിലയിൽ കാണണം. അപ്പോൾ ആ വജ്രായുധം കൊണ്ട് ഇന്ദ്രന് ഏതിൻ്റെ ആറ്റങ്ങൾ, ഇപ്പം കല്ലടിക്കുകയാണെങ്കിൽ കല്ലിലെ ആറ്റങ്ങളെ വേർപെടുത്തും, പൊട്ടിക്കും, വന്നിട്ട് കല്ല് പൊറിയും. ഇനി 7-ാമത്തെ ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 61-7. അസ്വേതു മാതു സവനേഷു സദ്യോ മഹപിതും പവിവാഞ്ചാർവന്ന മുഷായദ്വിഷ്ണു ഭജതം സഹീയാന്യ വിദ്വ വരാഹം തിരോ അദ്രിമസ്ത. ലോകത്തിൻ്റെ രചയിതാവ് ഇന്ദ്രന് 3 അഭിഷേകം ചെയ്തു. അതിലവൻ സോമം വേഗം പാനം ചെയ്യുകയും ഹവ്യത്തെ സേവിക്കുകയും ചെയ്തു. അസുരന്മാരുടെ ധനം തട്ടിയെടുത്ത ഇന്ദ്രൻ ലോകമെങ്ങും വ്യാപിച്ചിരിക്കുന്നു. വിജേതാവും വജ്രധാരിയുമായ ഇന്ദ്രൻ മേഘഭേദനം ചെയ്യുന്നവനാണ്. ലോകത്തിന്റെ രചയിതാവ്, അവൻ പ്രപഞ്ചം സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിച്ച ആ ശക്തി വിശേഷം. വേണമെങ്കിലും ബ്രഹ്മാവ് എന്നോ എന്തോ പറയാം.
അത് ഇന്ദ്രന് 3 അഭിഷേകം നൽകി. 3 അഭിഷേകം നൽകി എന്ന് പറഞ്ഞാൽ 3 തരം ലോകങ്ങളിലാണ് ഇന്ദ്രൻ വർക്ക് ചെയ്യുന്നത്. ഭൂമിക്ക് പാതാളത്തിൽ ഇന്ദ്രന് ജോലിയുണ്ട്, ഭൂമിയിൽ കർമ്മങ്ങളുണ്ട്, ആകാശത്തിലുമെല്ലാം പല കർമ്മങ്ങളും പലയിടത്ത് വെച്ച് നടക്കുന്നുണ്ട്. ആ 3 സ്ഥാനങ്ങളിലും അലങ്കരിക്കുന്നത് ആരാണ്? അതിൻ്റെ എല്ലാ കർമ്മങ്ങളും നേതൃത്വം വഹിക്കുന്നത് ഇന്ദ്രനാണ്. അതിലെല്ലാം അവൻ സോമം അതിവേഗം പാനം ചെയ്യും. അപ്പൊ എവിടെ കർമ്മം നടക്കുന്നുണ്ടെങ്കിൽ ഈ 14 ലോകങ്ങളിൽ കർമ്മം നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഹവിസ് അല്ലെ ആരെത്ത് കർമ്മത്തിന് അർപ്പിക്കുന്ന ഹവിസ് അല്ലെങ്കിൽ സോമം അത് എടുത്തിട്ട് പ്രൊഡക്റ്റ് തരും, അത് പാനം ചെയ്യും. എന്നിട്ട് അസുരന്മാരുടെ ധനം കട്ടിയെടുത്തിട്ട് ലോകത്തിന് സംഭാവന ചെയ്യും. അസുരന്മാരെന്ന് പറഞ്ഞാൽ അതിന് തടസ്സം നിൽക്കുന്നവരെയെല്ലാം കൊന്നിട്ട് എന്ത് ചെയ്യും? പുതിയ പുതിയ വസ്തുക്കൾ പ്രപഞ്ചത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെയായി പ്രപഞ്ചം തന്നെ ഉണ്ടായത്. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? മേഘത്തെയും പൊട്ടിച്ചിട്ടുണ്ട്. മേഘത്തെ പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ മേഘത്തിൽ പല മേഘങ്ങളായിട്ട് 2 ചാർജുള്ള മേഘങ്ങളായി മാറിച്ചേർന്നു നിൽക്കുകയാണ്. അവയെല്ലാം കൂട്ടി യോജിച്ച് പൊട്ടിച്ചിട്ടാണ് ജലകണങ്ങളെ യോജിപ്പിച്ചുണ്ടാക്കിയിട്ട് ചാർജുള്ള ജലകണങ്ങളെ യോജിപ്പിച്ച് മഴയാക്കിയിട്ട് പെയ്യുന്നത്. മേഘങ്ങളെ തമ്മിൽ കൂട്ടിയിടിച്ച് പൊട്ടിച്ചിട്ട് അതെല്ലാം ആര് ചെയ്യുകയാണ്? ഇന്ദ്രനാണ് ചെയ്യുന്നത്. മഴ പെയ്യിപ്പിക്കുന്ന ഇന്ദ്രനാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി വെച്ചിട്ട് ഏകോപിപ്പിക്കുന്ന ശക്തിയും ഇന്ദ്രനാണ്. ഇനി 8 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 61-8 അസ്മായിദോ ഗ്രാശ്ചിദ്ദേവ പത്നീർ ഇന്ദ്രായ അർക്കമഹിഹത്വ ഊവുഹു പരിദ്വാവാ പൃഥ്വീ ജഭ്രദ് ഉർവി നാസ്യതേ മഹിമാനം പരിഷ്ഠ. വൃത്രനെ വധിച്ചപ്പോൾ ദേവപത്നിമാർ ഇന്ദ്രനെ സ്തുതിച്ചു. ഇന്ദ്രൻ ആകാശ പൃഥ്വികളെ ആക്രമിച്ചു. ആകാശത്തിനും ഭൂമിക്കും ഇന്ദ്രന്റെ മഹിമ താങ്ങുവാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ വൃത്രവധം നടന്നപ്പോൾ അപ്പൊ എവിടെ എന്ത് കർമ്മങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അവിടെ വൃത്തനെ അതിനെ എതിർക്കുന്ന ശക്തിയെ നശിപ്പിച്ചുകൊണ്ടാണ് ഇന്ദ്രൻ പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ ഇന്ദ്രൻ വൃത്രവധം നടത്തിയപ്പോൾ ദേവഭക്തിമാരെല്ലാം ഇന്ദ്രനെ സ്തുതിച്ചു എന്ന് പറയുകയാണ്. ഇത്രയും ധീരൻ ലോക പ്രപഞ്ചം ഉണ്ടാക്കുന്ന എന്തെല്ലാം പ്രതിബന്ധങ്ങളുണ്ട്, എവരി റിയാക്ഷനെ തോൽപ്പിച്ചുകൊണ്ടാണ് ഇന്ദ്രൻ സൃഷ്ടികർമ്മം നടത്തിയിരിക്കുന്നത്. ആകാശ പൃഥ്വികളെ അതിക്രമിച്ചു എന്ന് പറഞ്ഞാൽ ഭൂമിയെയും സൂര്യനെയും എല്ലാം വേർപെടുത്തി. ഭൂമി സൂര്യനെയെല്ലാം ആദ്യം ഗോളങ്ങളെല്ലാം ഉണ്ടായിക്കിടെ തോന്നുന്ന മാതിരി കറങ്ങുന്നതിനെയെല്ലാം പിടിച്ചു ഓരോ ഓർബിറ്റിലും ആക്കിയിട്ട് വേർപെടുത്തിയിട്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ എല്ലാം കൂടിച്ചേർന്ന് ഒരൊറ്റ ഗോളമാവുകയായിരുന്നു. എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുമെന്നൊരു സയൻസ് തത്വമുണ്ട്. അപ്പം ഈ ലോകത്തിലുണ്ടാകുന്ന എല്ലാ വസ്തുക്കളും ആദ്യം ഉണ്ടാകുന്ന വസ്തുക്കളെല്ലാം കൂടിയിട്ട് ഒരു വലിയ സ്ഥാനമാവുകയായിരുന്നു. അങ്ങനെ ആയ സ്ഥാനത്തെയാണ് അതിനെ പൊട്ടിച്ച് വേർപെടുത്തിയിട്ട് ഭൂമി, ആകാശങ്ങളെ, ഭൂമി, സൂര്യൻ, ഗോളങ്ങളെയെല്ലാം പ്രത്യേകമാക്കി മാറ്റിയത് ഇന്ദ്രനാണ്. അതിനാണ് ബിഗ് ബാങ് എന്ന് പറയുന്നത്. അതിൻ്റെ പിന്നിൽ ഏകോപിപ്പിച്ച ശക്തിയാണ് ഇന്ദ്രൻ. അപ്പം ഇന്ദ്രൻ്റെ ആ മഹിമ ആകാശഭൂമികൾക്കൊന്നും താങ്ങാൻ പറ്റിയില്ല. എല്ലാത്തിനെയും പൊട്ടിച്ചിട്ട് ആദ്യം കുറേ വസ്തുക്കളുണ്ടായി. പ്രപഞ്ചത്തിൽ ആറ്റങ്ങൾ ഉണ്ടായപ്പോൾ എല്ലാം കൂടി ചേർന്ന വസ്തുക്കളായി എല്ലാം കൂടി പിന്നെ പരസ്പര ആകർഷണം കൊണ്ട് വലിയൊരു ഗോളമായി. അത് ഗോളമായപ്പോൾ ഇന്ദ്രൻ പോയിട്ട് അതിനെ അടിച്ച് പൊളിച്ചിട്ടാണ് ഓരോ ഗോളങ്ങളെയും മറ്റേൻ്റെ ചുറ്റിലും എല്ലാം ചുറ്റിപ്പിച്ചിട്ട് നമ്മൾ ഈ സൗരയൂഥ സിസ്റ്റവും ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആകാശത്തിനൊന്നും അവൻ്റെ നേരെ പിടിച്ചു നിൽക്കാൻ ആയില്ല. ഇനി 9 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 61-9 അസ്യേതദേവ പ്രരിരിജേ മഹത്വം ദിവാസ് പൃഥ്വ്യാ പര്യന്തരീക്ഷാത് സ്വരാളിന്ദ്രോദമ ആ വിശ്വശൂർത്ത
സ്വരിരമന്ത്രോപവക്ഷേരണായ. ആകാശം, ഭൂമി, അന്തരീക്ഷം എന്നിവയെക്കാളും ഇന്ദ്രൻ മഹത്വമുള്ളവനാണ്. സ്വയം പ്രകാശിതനും സർവപ്രിയനും അതിരറ്റ ശക്തിയുള്ളവനുമായ ഇന്ദ്രൻ വൃദ്ധിയെ പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആകാശം, ഭൂമി, അന്തരീക്ഷം എന്നിവയേക്കാൾ എല്ലാം മഹത്വമുള്ളവനാണ് സ്വയം പ്രകാശവാനായ ശക്തിവാനായ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അതിരറ്റ ശക്തിയുള്ള ഇന്ദ്രൻ. അപ്പൊ ആകാശത്തെ, ഭൂമി, അന്തരീക്ഷത്തെക്കാളിൽ എല്ലാം മഹത്വപരമാണ് ഈ ശക്തിമാനായ ഇന്ദ്രൻ. അതിനെയല്ല അതേപോലെ പൊട്ടി വേർപെടുത്തിയിട്ട് നിർത്തുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച ആ ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. അത് ഇന്ദ്രൻ അതിനുള്ള വൃദ്ധി പ്രാപിച്ചിട്ടാണ് അത് ചെയ്തത്. അതിനുള്ള ശക്തിയല്ല, അതിന് നേടിയിട്ടാണ് അത് ചെയ്തത്. ഇനി 10 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 61-10. അസ്യേതദേവ ശവസാശുഷന്തം വിവൃച്ഛത്യ വജ്രേണ വൃത്രമിന്ദ്ര ഗാനവ്രാണ അവനീരമുഞ്ചദ്ഭിഷവോ ധാവനേ സചേത. ഇന്ദ്രന്റെ ബലം കൊണ്ട് ശക്തി നശിച്ച വൃത്രൻ വജ്രായുധത്താൽ കൊല്ലപ്പെട്ടു. പിന്നീട് ഗോക്കളെ അഴിച്ചുവിടുന്ന പോലെ ജലം മുക്തമായി. ഹവിർദാതാവിന് ഇന്ദ്രൻ അഭീഷ്ടങ്ങൾ നൽകുന്നു. ഇന്ദ്രന്റെ ബലത്താൽ. അപ്പൊ ഇന്ദ്രന്റെ ബലത്താലാണ് ക്ഷീണിതരായിരുന്ന വൃത്രാസുരൻ വജ്രത്താൽ കൊല്ലപ്പെട്ടു. അപ്പൊ ഇന്ദ്രൻ ബലം പ്രയോഗിച്ചിട്ടാണ് വൃത്രാസുരൻ കൊല്ലപ്പെട്ടത്. എന്നിട്ടോ സർവശക്തിമാനായ അപ്പൊ അവനെന്ത് ചെയ്യുന്നു? ഗോക്കളെയെല്ലാം അഴിച്ചു വിടുന്നത് പോലെ ജലം മുക്തമാക്കി. ഗോക്കളെ എങ്ങനെയാണ്? ഗോക്കൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണാണ് വേദത്തിൽ. എങ്ങനെയാണ് ജലത്തെ മുക്തമാക്കിയത്? ആദ്യം ഹൈഡ്രജനും ഓക്സിജനും എല്ലാം ഉണ്ടായിരുന്നത്. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 2 ഹൈഡ്രജൻ കൂടിയിട്ടാണ് നിൽക്കുക. ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 2 ഓക്സിജൻ കൂടിയിട്ടാണ് നിൽക്കുക. ഇപ്പം വെള്ളം എന്ന് പറഞ്ഞാൽ 2 ഹൈഡ്രജനും 1 ഓക്സിജനുമാണ്. അപ്പം ഈ 2 ഓക്സിജനിൽ ആദ്യം വൃത്രാസുരനെ, ഇതിനെ എതിർക്കുന്ന ശക്തിയെ തോൽപ്പിച്ചിട്ട് അതിനെ 2 ആക്കി മാറ്റി. 2 ഓക്സിജൻ, 2 ഹൈഡ്രജനെ പൊട്ടിച്ചിട്ട് വൃത്രാസുരനെ നശിപ്പിച്ചിട്ട് 2 ഹൈഡ്രജനാക്കി. എന്നിട്ട് 2 ഹൈഡ്രജനും അതിൻ്റെ ഇടയ്ക്ക് ഒരു ഓക്സിജനും ചേർത്തിട്ട് വെള്ളമാക്കി. അപ്പോൾ ഇവിടെ ഒരു ഓക്സിജനെ വെച്ചു, ഇപ്പുറം 2 ഹൈഡ്രജനും വെച്ചു, പിടിപ്പിച്ചിട്ടാണ് വെള്ളമുണ്ടാക്കിയത്. അപ്പോൾ എന്ത് പ്രവഹിക്കാൻ തുടങ്ങി? ചുരുക്കത്തിൽ ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നിട്ട് ജലമുണ്ടായി. ജലത്തെ മുക്തമാക്കി. അപ്പം ഇത്തരത്തിൽ ഇന്ദ്രൻ എന്ത് ചെയ്യുന്നു? ഹവിർദാതാവിന് അതിൻ്റെ അപേക്ഷ, അവർ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ സാധിപ്പിച്ചു കൊടുക്കും. നമ്മളെന്തൊക്കെ വസ്തുക്കൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനെല്ലാം ഇങ്ങനെ ഇടിച്ച് പൊളിച്ചിട്ടെല്ലാം അതിനെ മാറ്റിയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളാക്കിയിട്ട് മാറ്റിത്തരും. ഇനി 11 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 61-11. അസ്യേതു തേഷസാരന്ദ സിന്ധവ പരിയത് വജ്രേണ സീമയച്ഛത് ഈശാനകൃദാശുഷേ ദശസ്യൻ തുർവീതയേ ഗാധം തുർവണി കഹ. ഇന്ദ്രന്റെ ദീപ്തിയാൽ നദികൾ ശോഭിതമായി. കാരണം അവൻ അവയെ സീമിതങ്ങളാക്കി നിർത്തി. ഹവിർദാതാവിന് ഐശ്വര്യത്തെ നൽകിയ ഇന്ദ്രൻ തുർവീതിക്ക് ഉചിതമായ സ്ഥാനം നൽകി. ഇന്ദ്രന്റെ ദീപ്തിയാൽ നദികൾ സുശോഭിതമായി. അപ്പം ഇന്ദ്രൻ ഇങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ടാണ് മഴ പെയ്യുകയും നദികളെല്ലാം നല്ല ശ്രേഷ്ഠ നദികളെല്ലാം ഉണ്ടായത് ഇന്ദ്രന്റെ പ്രവൃത്തി മൂലമാണ്. എന്തുകൊണ്ടെന്നാൽ അവയെ എപ്പോഴും സ്ഥിരമായി നിർത്തുന്ന തരത്തിൽ
നദികളെ വെള്ളം എന്തായിപ്പോൾ പറ്റിപ്പോവും. പക്ഷെ എന്നാലും മഴ പെയ്ച്ചിട്ട് സമയാസമയങ്ങളിൽ മഴ പെയ്ച്ചിട്ട് അതിലുള്ള വെള്ളം എപ്പോഴും സ്ഥിരമായി നിർത്തും ഇന്ദ്രൻ. അകൃതാതാവിന് ഐശ്വര്യത്തെ നൽകുന്ന ഇന്ദ്രൻ തുർവീതിക്ക് ഉചിതമായ സ്ഥാനം നൽകുകയും ചെയ്തു. തുർവീതികൾ എന്ന് പറയുമ്പോൾ ആറ്റങ്ങളിലെ ഓരോ ആറ്റത്തിനും അതിൻ്റേതായ സ്ഥാനങ്ങൾ കൊടുക്കുക. ഇപ്പോൾ രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടി ചേർന്നിട്ടാണ് വെള്ളം ഉണ്ടാകുന്നത്. അപ്പം വെള്ളമുണ്ടാകുമ്പോൾ രണ്ട് ഹൈഡ്രജന് അതിൻ്റേതായ സ്ഥാനം ഓക്സിജൻ്റെ ഓർബിറ്റിൽ ഒരു പ്രത്യേക ആംഗിളിൽ പിടിച്ചു വെച്ചു കൊടുക്കും. നേർക്കിങ്ങനെ പിടിപ്പിക്കുകയല്ല. H2O എന്ന് പറയുമ്പോൾ ഹൈഡ്രജനും ഓക്സിജനും പിടിപ്പിക്കേണ്ട സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഓരോ സ്ഥാനങ്ങൾ കൊടുത്ത് ഉറപ്പിച്ച് നിൽക്കും. അങ്ങനെയാണ് ഒരു പ്രത്യേക സ്ട്രക്ചർ. ആറ്റം ഉണ്ടാകുമ്പോൾ അതിനെല്ലാം ഓരോ പിടിപ്പിക്കേണ്ട സ്ഥാനങ്ങളുണ്ട്. അങ്ങനെ ഓരോന്നിനും അതിൻ്റേതായ സ്ഥാനങ്ങൾ നൽകിക്കൊണ്ടാണ് വെള്ളത്തിൻ്റെ തന്മാത്ര ഉണ്ടാക്കിയത്. അതിലൂടെ എന്ത് പറ്റുന്നു? മഴ, നദികളിൽ വെള്ളം ഉണ്ടാകുന്നു. വെള്ളം ഉഷ്ണം കൊണ്ടൊക്കെ ബാഷ്പീകരിച്ച് പോകുമ്പോൾ ഈ ആറ്റങ്ങളെല്ലാം വേർപെടും, അയോണുകളായിട്ട് മാറും. പിന്നെ അതേ കൂടി ചേരുമ്പോൾ അതിൻ്റെ സ്ഥാനത്ത് വെച്ച് ചേർത്ത് വയ്ക്കും. ഇനി 12 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 61-12. അസ്മായിദു പ്രഭരാ തൂതുജാനോ വൃത്രായ വജ്രമീശാന ക്രിയേഥാ ഗാർണ പർവാവിരത തിരശ്ചേഷന്നർണാസ്യപാം ചരത്യേ. അതിവേഗം പ്രവർത്തിക്കുന്നവനും മഹാബലവാനും ഇന്ദ്രരൂപനുമായ ഈശ്വര, നീ ഈ വൃത്രന്റെ മേൽ വജ്രമെറിയുകയും അവൻ്റെ ഇണക്കുകളെ കശാപ്പുകാരൻ മൃഗത്തെ മുറിക്കുന്നത് പോലെ കഷണം കഷണമാക്കുകയും ചെയ്തു. അതിവേഗം പ്രവർത്തിക്കുന്നവനും മഹാബലമുള്ളവനും ഇന്ദ്രരൂപമായ ഈശ്വര. അപ്പൊ ഈശ്വരൻ തന്നെയാണ് ഇന്ദ്രനായി അവതരിച്ചത്. ഈ പ്രപഞ്ചത്തിലെ കർമ്മത്തിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തി വിശേഷമാണ് ഈശ്വരൻ. ആ ഈശ്വരൻ തന്നെയാണ് ഇന്ദ്രനായിട്ട് ആക്റ്റീവ് ചെയ്തത്. ഈശ്വരനാണ് ശ്രീഹരിക്കാണ് നല്ലൊരു സുന്ദരമായ ലോകം ഉണ്ടാക്കേണ്ടത്. അതിനങ്ങനെ പല വസ്തുക്കളെല്ലാം കൂട്ടിച്ചേർത്ത് പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കിയിട്ടാണ് ലോകം പുരോഗമിക്കുന്നത്. അപ്പോൾ ഈ ഈശ്വരൻ എങ്ങനെയാണ്? അതിവേഗം പ്രവർത്തിക്കുന്നവനാണ്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളിൽ എന്തെങ്കിലും പുതിയ വസ്തുക്കളെല്ലാം ഉണ്ടാകണമെങ്കിൽ ഉടനെ ഉണ്ടാകും. അതിവേഗം പ്രവർത്തിക്കുന്നവനും പല ശക്തിശാലിയും ഇന്ദ്രരൂപനുമായ ഈശ്വര എന്ന് വിളിക്കുകയാണ്. ആ ഈശ്വരൻ തന്നെയാണ് ഇന്ദ്രൻ. നീ വൃത്താസുരന്റെ മേൽ വജ്രം എറിഞ്ഞു. വൃത്രാസുരൻ എന്ന് പറഞ്ഞാൽ നേരത്തെ ആറ്റങ്ങളെയെല്ലാം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എറിഞ്ഞപ്പോൾ ആറ്റങ്ങൾ പൊട്ടി മാറി. ഇതുപോലെ കശാപ്പുകാരൻ മൃഗത്തെ മുറിക്കുന്നത് പോലെയാണ് ആറ്റങ്ങളെ കഷ്ണമാക്കുകയും ചെയ്തു. ഓക്സിജൻ എല്ലാം പൊട്ടിച്ചു മാറ്റി, ഹൈഡ്രജനെ എല്ലാം പൊട്ടിച്ചു മാറ്റി, എന്നിട്ട് ചേർത്തിട്ടാണ് ജലമാക്കിയിട്ട് മാറ്റിയത്. ഇനി 13 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 61-13. അസ്യേതു പ്രഭൂഹി പൂർവ്യാണി തുരസ്യ കർമാണി നവ്യയുക്തൈഃ യുധേയതിഷ്ണാന ആയുധാന്യൗഖായമാണോ നിരിണാദിശത്രൂൻ. ഇന്ദ്രന്റെ പുരാതന പരാക്രമങ്ങളെ വർണ്ണിക്കാൻ മനുഷ്യരോട് പറയുന്നു. അവൻ ഉത്തേജിതനായി അസ്ത്രങ്ങൾ പ്രയോഗിച്ച് ശത്രുക്കളെ പീഡിപ്പിക്കുന്നു. നമ്മോട് പറയുകയാണ്, മനുഷ്യരെ ഇന്ദ്രന്റെ പുരാതനമായ ആ പരാക്രമങ്ങളെ, പ്രപഞ്ച സൃഷ്ടിയെല്ലാം നടക്കുമ്പോൾ എന്തെല്ലാം പുതിയ വസ്തുക്കളാണ് ഇന്ദ്രൻ ഉണ്ടാക്കിയിരിക്കുന്നത്, അതിനെ നിങ്ങൾ വർണ്ണിക്കൂ. ആ കാര്യങ്ങൾ മനസ്സിലാക്കൂ. എങ്ങനെയെല്ലാം പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടായത് അത് മനസ്സിലാക്കിയിട്ട് അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? സയൻസിലൂടെ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ആ തത്വങ്ങൾ പഠിച്ചിട്ട് തന്നെയാണ് ഇന്ദ്രൻ നാച്ചുറൽ റബ്ബറെല്ലാം ഉണ്ടാക്കിയത് കണ്ടിട്ട് തന്നെയാണ്, അതിലെ ഘടന മനസ്സിലാക്കിയിട്ട് തന്നെയാണ്
ആധുനിക ശാസ്ത്രജ്ഞന്മാർ കൃത്രിമന്മാർ റബ്ബറെല്ലാം പ്ലാസ്റ്റിക്കെല്ലാം ഉണ്ടാക്കുന്നത്. അത് ഇത്തരത്തിൽ ശാസ്ത്രത്തിൻ്റെ സഹായത്തിൽ കൂട്ടിച്ചേർക്കുക. അപ്പം കൂട്ടിച്ചേർക്കുമ്പോൾ അവിടെയും ഇന്ദ്രൻ തന്നെയാണ് അതിനെ ഏകോപിപ്പിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ഇന്ദ്രനെ സമീപിച്ചു കഴിഞ്ഞാൽ അവൻ അവൻ്റെ അസ്ത്രവുമായിട്ട് വന്നിട്ട് എഴുതിട്ട് ഇവയെല്ലാം പൊട്ടിച്ചിട്ട് നമുക്ക് വേണ്ട തരത്തിൽ കാര്യങ്ങൾ സാധിപ്പിച്ചു തരും. ഇനി 14 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 61-14 അസ്യേതു ഭിയാ ഗിരയശ്ച ഗൃഹാദ്യാവാച പൂമ ജനുഷസ്തു ജേതേ ഉപോ വേനസ്യ ജോഗുവാന ഓണിം സദ്യോ ഹുവത് വീര്യ അയനോധാ. പർവ്വതങ്ങളും ആകാശവും ഭൂമിയും എല്ലാം ഇന്ദ്രനോടുള്ള ഭയത്താൽ വിറയ്ക്കുന്നു. നോഥ മഹർഷിക്ക് ഇന്ദ്രന്റെ സംരക്ഷണ സാമർഥ്യം വർണ്ണിച്ചതിൽ നിന്ന് ശക്തി പ്രാപിക്കുവാൻ കഴിഞ്ഞു. പ്രത്യക്ഷനായ ഇന്ദ്രനോടുള്ള ഭയത്താലാണ് ഉറച്ച പർവ്വതങ്ങളും ആകാശവും ഭൂമിയെല്ലാം വിറക്കുന്നത്. ആകാശവും ഭൂമിയെല്ലാം വിറക്കും. ഇന്ദ്രൻ അവിടെ മേഘങ്ങളെ കൂട്ടിച്ചേർക്കുമ്പോഴാണ് ഭയങ്കരമായ ഇടിമിന്നലെല്ലാം ഉണ്ടാകുന്നത്. ആ ഇടിമിന്നൽ ഭൂമിയിലെല്ലാം വീണ് കഴിഞ്ഞാൽ തെങ്ങുകളെല്ലാം കത്തി നശിക്കും. പർവ്വതങ്ങൾ തന്നെ ചില സമയങ്ങളിൽ പൊട്ടിപ്പൊളരുന്നതുകൊണ്ടാണ്. അവിടെയെല്ലാം വർക്ക് ചെയ്യുന്ന ശക്തി വിശേഷമാരാണ്? ഇന്ദ്രൻ തന്നെയാണ്. ഒരു പർവ്വതമെല്ലാം പൊളിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു പ്രേരക ശക്തിയുണ്ട്. ആ പ്രേരക ശക്തിയാണ് ഇന്ദ്രൻ വജ്രായുധമായിട്ട് ആ പർവ്വതങ്ങളെ പൊട്ടിത്തെറിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രേരക ശക്തി. ആ പ്രേരക ശക്തി ഗ്രഹങ്ങളുടെ ആകർഷണം മൂലമായിട്ട് ഉണ്ടാകും. അതിൻ്റെ പിന്നിൽ ഒരു സയൻസ് ഉണ്ടാവും. ആ സയൻസിൻ്റെ ബലത്തിലാണ് പാറകൾ മുഴുവൻ പൊട്ടിച്ച് തെറിപ്പിക്കുന്നത്. അപ്പം ഭൂമി പോലും വിറവുള്ളൂ. മേധാമഹർഷിക്ക് ഇന്ദ്രന്റെ സംരക്ഷണ സാമർഥ്യം അറിഞ്ഞുകൊണ്ട് അദ്ദേഹം ഉപാസിക്കും. മേധ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഋഷി. ഈ ഋഷിക്ക് ആ ഇന്ദ്രന്റെ ശക്തി മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ഇത് മേധാതിഥി എഴുതിയ മന്ത്രങ്ങളാണ്. അത് മേധാതിഥി ഇന്ദ്രന്റെ ആ കഴിവെല്ലാം മനസ്സിലാക്കിയിട്ട് അവ മലകളെല്ലാം പൊട്ടി ഒരു ഇതിനിടക്ക് ഇടിച്ചലെല്ലാം ഉണ്ടായില്ല, മഴ ഇടിഞ്ഞു വന്നല്ലോ. അതിനുള്ള ശക്തി എവിടെ നിന്ന് വന്നു? അത് ഇന്ദ്രന്റെ ശക്തിയാണ്. ഇന്ദ്രൻ എവിടെ നിന്നാണ് ആ ശക്തി കിട്ടിയത്? അവിടെ ഒരു സയൻസ് ഉണ്ട്, ഒരു സയൻസ് പ്രതിഭാസമുണ്ട്. ആ പ്രതിഭാസത്തിൽ നിന്ന് കിട്ടിയ ശക്തി കൊണ്ടാണ് ഇന്ദ്രനെ പൊട്ടിച്ച് ഉരുൾപൊട്ടലെല്ലാം ഉണ്ടായത്. അതിൻ്റെ പിന്നിൽ ഒരു സയൻസ് ഉണ്ട്. ആ സയൻസിൽ നിന്നുള്ള പ്രേരക ശക്തിയാണത് ചെയ്യുന്നത്. ഇനി 15 അത് മേധാതിഥി ഈ നോഥ ഗൗതമൻ അറിയാം. അദ്ദേഹം അത് വിസ്തരിച്ചിവിടെ പറഞ്ഞിരിക്കുന്നു. ഇനി 15 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 61-15 അസ്മായി ദുസ്തുതനു ദായേഷാമേകോ യദ്വഗ്നി ദുരേർ ഈശാനഃ പ്രൈദാശം സൂര്യേ പസ്പൃധാനം സൗവശ്വേ സുഷിവാവദ് ഇന്ദ്രഃ. അത്യധികം ധനവാനായ ഇന്ദ്രൻ യാതൊന്ന് ആഗ്രഹിച്ചുവോ അത് തന്നെ അർപ്പണം ചെയ്യപ്പെട്ടു. സോമസാധനമായ ഏദശ ഋഷിയോട് സ്പർദ്ധിച്ച സ്വസ്വപുത്രനായ സൂര്യനെ നീ പരാജയപ്പെടുത്തി. ധനവാനായ ഇന്ദ്രൻ ഏതൊന്ന് ആഗ്രഹിക്കുന്നുവോ അത് തന്നെ അദ്ദേഹത്തിന് നേടുന്നു എന്ന് പറയുകയാണ്. എന്താഗ്രഹിച്ചു കഴിഞ്ഞാലും സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ദ്രൻ ശ്രമിക്കുകയുള്ളൂ. അത് നേടിയെടുക്കുക തന്നെ ചെയ്യും. അവിടെ ഏദശ ഋഷിയോട് വേറൊരു ഋഷിയായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുകയാണ്. അദ്ദേഹം എന്ത് ചെയ്തു? സൂര്യനെ പരാജയപ്പെടുത്തി എന്നാണ് പറയുന്നത്. അത് ഏത് വിഷയമായിട്ട് ബന്ധപ്പെട്ടതെന്നുള്ളത് അത്തരം വിഷയം വരുന്നിടത്ത് നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.
ഇവിടെ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. സൂര്യനെ പരാജയപ്പെടുത്തി സോമസാധകനായ ഏദശ ഋഷിയോട് അവനോട് ഏറ്റുമുട്ടിയ സൂര്യനെ പരാജയപ്പെടുത്തി എന്നാണ് പറയുന്നത്. അപ്പം അത് ഏതോ ഒരു വിഷയമായിട്ട് ബന്ധപ്പെടുന്നതാണ്. അതിവിടെ വിവരിച്ചിട്ടില്ല. അത്തരം വിഷയങ്ങൾ എവിടെയാണ് വരുന്നത് അവിടെ നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതെല്ലാം ഇന്ദ്രനാണ് സാധിപ്പിച്ചു കൊടുക്കുന്നതെന്നാണ് അർത്ഥം. സോമത്തെ ഇന്ദ്രൻ ഈ ഋഷി ആഗ്രഹിച്ച തരത്തിൽ മാറ്റിയെടുത്തു കൊടുക്കുകയാണ്. അത് സൂര്യനെതിരായിട്ട് നിന്നുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. സൂര്യനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അത് സാധിപ്പിച്ചെടുക്കുന്നത്. അതപ്പം പിന്നീട് ആ വിഷയം വരുന്നിടത്ത് നോക്കാം. ഇനി 16 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 61-16 ഏവാദേഹാരി യോജന സുവ്യക്തീന്ദ്ര ബ്രഹ്മാണി ഗോതമാസോ അക്രൻ ഐഷു വിശ്വപേശസംധിയം ധാ പ്രാധർമ്മ ക്ഷുതിയാ വസുർജഗമ്യാത്. ഗൗതമ ഗോത്രക്കാർ ഇന്ദ്രനെ ആകർഷിക്കുന്നതിനുള്ള മന്ത്രരൂപ വസ്തുക്കൾ നിർമ്മിച്ചു. ഇന്ദ്രൻ പ്രഭാതകാലത്തിൽ ആഗതനായി ഞങ്ങൾക്ക് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നതിനുള്ള സൽബുദ്ധി പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 2 അക്ഷരങ്ങളെ കൂട്ടിയ രജതത്തോടു കൂടി വരുന്ന ഇന്ദ്രൻ എന്നാണ് പറയുന്നത്. ഇന്ദ്രൻ വരുന്നത് ബലത്തോടു കൂടിയാണ്. ഒരു ബലത്തെ എന്തുണ്ട്? 2 കുതിരകളുണ്ട്. അതിനാണ് വേറെ ചില സ്ഥലത്ത് എന്തായിട്ട് പറയുന്നത് അശ്വനി കുമാരന്മാരെന്ന് പറയുന്നത്. ഒരു ബലത്തിന് 2 ബലങ്ങളുണ്ട്. അതാണ് സയൻസിലെ 2 ബലമായിട്ട് മാത്രമേ അനലൈസ് ചെയ്യുകയുള്ളൂ. ഒറ്റ ബലമായിട്ട് അതിനെ അനലൈസ് ചെയ്യാൻ പാടാണ്. ഇപ്പോൾ സയൻസ് പഠിക്കുന്നവരെല്ലാം ഒരു ബലം ഉണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റ്, വെർട്ടിക്കൽ കോമ്പോണൻറ്റ്. അതിനാണ് അശ്വനി കുമാരന്മാർ പറയുന്നത്. അവർ എപ്പോഴും ഒരു ബലത്തിന് 2 ബലമുണ്ട്. അപ്പം 2 അശ്വങ്ങൾ എന്ന് പറഞ്ഞാൽ ബലമായിട്ട് എടുക്കണം. 2 അശ്വങ്ങളെ കൂട്ടിയ രഥത്തോടു കൂടി വരുന്ന ഇന്ദ്രനെ ഗൗതമ ഗോത്രക്കാർ, ഇത് എഴുതിയ ഋഷികളാണ്. അവരെന്ത് ചെയ്യുന്നു? ആകർഷിക്കുന്നതിനുള്ള മന്ത്രരൂപങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പം ഇന്ദ്രന്റെ ബലം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യാമെന്നുള്ള കാര്യം ഈ ഋഷികൾ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിട്ടുണ്ടെന്ന് സാരം. ഇന്ദ്രന്റെ മഹിമ മനസ്സിലാക്കിയിട്ട് ഇന്ദ്രൻ ഇങ്ങനെയെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന കാര്യങ്ങൾ ഇന്ദ്രന്റെ സഹായത്താൽ സാധിപ്പിച്ചെടുക്കാം. നീ പ്രഭാതകാലത്തിൽ വന്ന് ഞങ്ങൾക്ക് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നതിനുള്ള സൽബുദ്ധി പ്രദാനം ചെയ്യണം. അപ്പോൾ രാവിലെ തന്നെ വന്നിട്ട് നമുക്ക് ബുദ്ധി നൽകുന്നതും ഇന്ദ്രനാണ്. ഇന്ന തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ രാവിലെ തന്നെ വരണം. കാരണം നമ്മൾ രാവിലെ ഉദിക്കുന്ന തന്നെ കർമ്മം ചെയ്യാനാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കർമ്മം തുടങ്ങാൻ റെഡിയായിരിക്കുകയാണ്. ഇന്ദ്രൻ വരണം. എന്നിട്ട് നമുക്ക് സൽബുദ്ധി തോന്നണം. സൽബുദ്ധി എന്ന് പറഞ്ഞാൽ നല്ല നല്ല ശാസ്ത്ര ചിന്തകൾ നമ്മളെ മനസ്സിൽ വരണം. അപ്പോൾ അതിൻ്റെ സഹായത്താൽ നമ്മൾ പുതിയ കർമ്മങ്ങൾ ചെയ്തിട്ട് ലോകം മുഴുവൻ അത്തരം പുതിയ വസ്തുക്കളെ ഉണ്ടാക്കിക്കൊണ്ട് ലോകം പുരോഗതിയിലേക്ക് പോകും. ഓരോ ദിവസം കഴിയുമ്പോഴും കർമ്മത്തിലൂടെ ലോകം പുരോഗമിച്ച് എത്തേണ്ടതായ ആ ഈശ്വരൻ തീരുമാനിച്ചതെന്തോ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരും.